കൂട്ടുകാരെ, ഇന്ന് അടിപൊളി ഒരു റെസിപ്പിയാണ്. നമ്മൾ മാങ്ങയും നാളികേരവും ഒരു പ്രത്യേക ടൈപ്പുള്ള അരി, സ്റ്റിക്കി റൈസ് എന്ന് പറയും. അപ്പൊ മാങ്ങയും തേങ്ങയും സ്റ്റിക്കി റൈസും അത് വെച്ചിട്ട് അടിപൊളി ഒരു സ്റ്റിക്കി റൈസ് മാംഗോ കോംബോ നമുക്ക് ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് സ്റ്റിക്കി റൈസ് ഞാൻ 2 കപ്പ് എടുത്ത് 4-5 തവണ നന്നായി കഴുകിയാൽ മാത്രമേ അതിൻ്റെ ആ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അത് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതുപോലെ ഒരു 6 മണിക്കൂറിന് ശേഷം ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് നമ്മൾ ആവിയിൽ 30 മിനിറ്റ് വേവിക്കാം. ഇനി 2 കപ്പ് നാളികേരപ്പാലിലേക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 1 ടീസ്പൂണോളം ഉപ്പും പോട്ട് നന്നായി ബോയിൽ ചെയ്യാം. ഇനി 30 മിനിറ്റിന് ശേഷം ഈ അരി എടുത്ത് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലില് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂറോളം അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു വേറെ ചട്ടിയിലോട്ട് 1 കപ്പ് തേങ്ങാപ്പാല്, 1 ടീസ്പൂണ് കോൺഫ്ലവർ മാവ്, 1 ടീസ്പൂണ് പഞ്ചസാര, ഒരു പിഞ്ച് ഉപ്പ് കൂടി നന്നായി കുറുക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ തായ് സ്പെഷ്യൽ സ്റ്റിക്കി മാംഗോ റൈസ് റെഡി. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. മാങ്ങയും ചോറും ആ സോസും കൂടി ചേർത്ത് കഴിക്കണം. തായ്ലാൻഡുകാരുടെ ഒരു പുഡിംഗ് ആണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണാം. ബൈ ബൈ ഫ്രണ്ട്.